ഇപ്പോൾ തലശ്ശേരി ടൗൺ ഹാളിൽ പുഷ്പന്റെ കൂത്തുപറമ്പിന്റെ രക്തതാരകം പുഷ്പന് വൈകാരികമായ യാത്രാമൊഴി ചെല്ലുകയാണ് സഖാക്കൾ. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. കോഴിക്കോട് ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിൽ നിന്നും അല്പസമയം മുമ്പാണ് അന്തരിച്ച കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ സംസ്കാരം തലശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ചത്. അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ EP ജയരാജൻ ഉൾപ്പെടെയുള്ളവർ ടൗൺ ഹാളിൽ എത്തിയിട്ടുണ്ട്. കൂത്തുപറമ്പ് രക്തസാക്ഷി മണ്ഡപത്തിലും ചൊക്ലി രാമവിലാസം സ്കൂളിലും പൊതുദർശനം നടത്തിയ ശേഷം വൈകിട്ട് മേനപ്പുറത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കൂത്തുപറമ്പ് സമരനായകൻ പുഷ്പന്റെ അന്ത്യയാത്രയിൽ പങ്കെടുക്കാൻ മുതിർന്ന നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട്. EP ജയരാജൻ അടക്കമുള്ളവർ ഇപ്പോൾ സ്ഥലത്ത് കാണാം. P ജയരാജൻ, EP ജയരാജൻ, MV ജയരാജൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. A റഹീം MP, ശിവദാസൻ MP, ജെയ്ക്സ് തോമസ് തുടങ്ങി മുതിർന്ന നേതാക്കളും ഇപ്പോൾ തലശ്ശേരി ടൗൺ ഹാളിലുണ്ട്. തലശ്ശേരി ടൗൺ ഹാളിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കൂത്തുപറമ്പ് ജീവിക്കുന്ന രക്തസാക്ഷിയായി 3 പതിറ്റാണ്ട് ജീവിച്ച സഖാവ് പുഷ്പന്റെ അന്ത്യയാത്രയാണ്. പുഷ്പന്റെ മൃതശരീരം ഇപ്പോൾ തലശ്ശേരി ടൗൺ ഹാളിൽ എത്തിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ കോഴിക്കോട് ഡിവൈഎഫ്ഐ യൂത്ത് സെന്ററിൽ നിന്നാണ് മൃതദേഹം തലശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തിച്ചത്. വൈകിട്ട് മേനപ്പുറത്തെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വിവരങ്ങളുമായി അർജുൻ കല്യാടും സാനിയോയും ഒപ്പം സിനോജ് തോമസും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം അർജുൻ കല്യാടിലേക്ക്. അർജുൻ കല്യാട്, കൂത്തുപറമ്പിൻ്റെ രക്തതാരകം പുഷ്പന് വളരെ വൈകാരികമായ ഒരു യാത്രയപ്പാണ് തലശ്ശേരി ടൗൺ ഹാളിൽ നടക്കുന്ന ഈ ചടങ്ങ് നൽകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. കോഴിക്കോടും വൈകാരികമായ ഒരു യാത്രയപ്പായിരുന്നു. കണ്ണൂരിൻ്റെ തലശ്ശേരിയുടെ CPM-ലെ മുഴുവൻ നേതാക്കളും ഇപ്പോൾ തലശ്ശേരി ടൗൺ ഹാളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പാർട്ടി സെക്രട്ടറി എപ്പോഴേക്കായിരിക്കും എത്തിച്ചേരുക? അർജുൻ കല്യാൺ. അരുൺകുമാർ, കൂത്തുപറമ്പിൻ്റെ സഹനസൂര്യൻ സഖാവ് പുഷ്പനുള്ള അന്ത്യാഭിവാദ്യം ആണ് തലശ്ശേരി ടൗൺ ഹാളിൽ നടക്കുന്നത്. CPIM-ൻ്റെ ഉന്നതരായിട്ടുള്ള നേതാക്കളെല്ലാവരും തന്നെ ഇവിടത്തേക്ക് എത്തുന്നുണ്ട്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉച്ചയോടുകൂടിയാണ് കണ്ണൂരിലേക്ക് എത്തിച്ചേരുക. ടൗൺ ഹാളിലെ പൊതുദർശനം 12 മണിയോടുകൂടി അവസാനിക്കും. അതിനുശേഷം ചൊക്ലി രാമവിലാസം സ്കൂൾ ഗ്രൗണ്ടിലാണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, P ജയരാജൻ തുടങ്ങിയവർ പുഷ്പചക്രം അർപ്പിക്കുകയാണ്. സഖാക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമായിട്ടുള്ള ഒരു യാത്രയയപ്പാണ് സഖാവ് പുഷ്പൻ്റേത്. കൂത്തുപറമ്പ് സമരത്തിൽ 5 പേർ രക്തസാക്ഷികളാവുകയും കൂത്തുപറമ്പ് സമര പോരാളി, സഹന സൂര്യൻ, കരുത്തിൻ്റെ ആൾരൂപം, പാർട്ടി ശരീരം ആയിട്ടുള്ള സഖാവ് പുഷ്പൻ വളരെ വൈകാരികമായാണ് സഖാക്കൾ യാത്രയയക്കുന്നത്.